നമസ്കാരം, ചലനയാണ്. എന്നെ കുറച്ച് ക്ലയന്റുകൾ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്ക് ഞാൻ നിർദ്ദേശിച്ച പരിഹാരങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോ തുടങ്ങി ഒരു സീരീസ് ഓഫ് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് അൺഫോർഗിവ്നെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൺഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയാതിരിക്കുക. ഫോർഗിവ്നെസ് എന്ന് പറയുമ്പോൾ ഫോർഗിവിങ് ടു ദ സെൽഫ് ആൻഡ് അതേഴ്സ് എന്നാണ്. നമ്മളോടും മറ്റുള്ളവരോടും ക്ഷമിക്കാൻ കഴിയുക. അപ്പോൾ ചില ആളുകളെങ്കിലും വളരെ പ്രയാസമുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഇവർക്ക് അനുഭവിക്കാൻ ഇടയാക്കിയ വ്യക്തികളോടോ സാഹചര്യങ്ങളോടോ ക്ഷമിക്കാൻ കഴിയാറില്ല. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. ഒരു കനൽ കട്ട കയ്യിൽ പിടിച്ച് സഞ്ചരിച്ചാൽ അതിൻ്റെ വേദനയും നീറ്റലും അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതേ ഒരു ഇഫക്റ്റാണ് നമ്മൾ പഴയ റിസെന്റ്മെന്റും ദുഃഖങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ ഉണ്ടാവുക. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ബാക്ക് പാക്ക് കുറയ്ക്കുക, അതായത് ആ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പം ക്ഷമിക്കാനുള്ള ബുദ്ധിമുട്ട് ഉള്ളവർക്കായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കുന്ന അഫർമേഷനാണ് ഐ ആം വില്ലിംഗ് ടു ഫർഗീവ് ഓൾ, അല്ലെങ്കിൽ ഐ ആം വില്ലിംഗ് ടു ഫർഗീവ് എവരിവൺ. അപ്പൊ ഇവിടെ നമ്മൾ വില്ലിംഗ്നെസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് വില്ലിംഗ്നെസ് എന്ന് പറയുമ്പോൾ ഞാൻ തയ്യാറാണ്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചു കഴിയുമ്പോൾ യൂണിവേഴ്സ് തന്നെ അതിന് ആവശ്യമായ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം നമ്മൾ ഓൾറെഡി തയ്യാറാണ്. അത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. യൂണിവേഴ്സ് പല രീതികളിലൂടെ അതിനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി തരും. അപ്പൊ ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഐ ആം വില്ലിംഗ് ടു ഫോർഗീവ് ഓൾ, അല്ലെങ്കിൽ ഐ ആം വില്ലിംഗ് ടു ഫോർഗീവ് എവരിവൺ എന്ന് ആത്മാർത്ഥമായി പറയുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഫോർഗീവ്നെസ്സിനായിട്ട് ഉപയോഗിക്കുന്ന ധാരാളം ടൂൾസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. ബുദ്ധ പ്രയർ, ഹോപ്പണോപോണോ, അതുപോലെ തന്നെ ഫോർഗീവ്നെസ് അഫർമേഷൻ തുടങ്ങിയവ. അതേക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ സംസാരിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.